തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ തന്നെ കമ്മീഷന്റെ അട്ടിമറി കൈയോടെ പൊക്കുകയാണ് KC വേണുഗോപാൽ. താൻ മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് KC ഒരു MP-യും മത്സരിക്കാനായി ഇറങ്ങി പുറപ്പെടേണ്ട എന്ന് അടിവരയിട്ട് പറഞ്ഞത്. എന്നാൽ കമ്മീഷൻ ഇന്നലെ വരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രചാരണത്തിന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെയാണ് അസമിലെ കാര്യവും. അതായത് കോൺഗ്രസ് കടുത്ത മത്സരം വെക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചാരണത്തിന് അധികം സമയം നൽകാതെയാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KC വേണുഗോപാൽ ചില സൂചനകൾ നൽകുന്നുണ്ട്. കമ്മീഷന്റെ ദുരൂഹത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് നമുക്കൊന്ന് കാണാം. അമ്പലപ്പുഴയിൽ കോൺഗ്രസ് പിന്തുണ നൽകുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. എനിക്കറിയില്ല. ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ആലോചിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാ ചർച്ചയ്ക്ക് വരിക. ഈ പൊതുസ്വതന്ത്രരെ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യത എങ്ങനെയാണ്? ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കും. നെന്മാറയിൽ K ബാബുവിന്റെ ഒരു ഇതൂടെ പറയുന്നുണ്ട്, പിന്തുണ നൽകുമെന്ന്. അല്ല, ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയുന്ന അന്തരീക്ഷത്തിൽ പറയുന്ന കാര്യങ്ങളിലാണ് എനിക്കൊക്കെ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിന്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എന്ന് പത്രിക സമർപ്പിക്കാൻ പറ്റും? എന്തായാലും കൃത്യമായ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും. മുഴുവൻ പട്ടിക നാളെ ഇറങ്ങും? അല്ല, എന്തായാലും ഞങ്ങളുടെ പട്ടികകളിൽ ഏകദേശം പൂർണ്ണമായ അവസ്ഥയിലാണ്. ഒന്നോ രണ്ടോ സീറ്റും കൊണ്ട് തീരേണ്ട കാര്യങ്ങളും. ഈ ലീഗും കേരള കോൺഗ്രസ് ജോസഫുമായിട്ടുള്ള ചർച്ച ഏതുവരെ? ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെ തട്ടിത്തെറിഞ്ഞ് നിൽക്കുന്നു. എല്ലാം ഭദ്രമാണ്, എല്ലാം ഭദ്രമാണ്. ചാത്തന്നൂർ സീറ്റ് BJPക്ക് ഇരിക്കുന്നു എന്നൊരു ആരോപണമുണ്ടല്ലോ, വിമർശനം വരുന്നുണ്ട്. അല്ല, ആരോപിക്കുന്നവർക്ക് എന്താ എല്ലാവരും അല്ലെ? മണിക്കൂറുകൾക്കുള്ളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാണ്. ഒരു ഓളം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും കടുത്ത ആന്റി ഇൻകംബൻസി നേരിടുന്ന ഗവൺമെന്റാണ്. അവർ മിക്കവാറും ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് MLA മാർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അത്ഭുതമൊന്നുമില്ല. ആ ലിസ്റ്റിനകത്ത് വല്ല അത്ഭുതമുണ്ടോ? പുതുമ വല്ലതുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ ഉപദ്രവിച്ചതാണ്. അതിന്റെ ഭാഗമായി ഇന്നവരാണ് അവരെല്ലാം. അവരെ റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന G സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ കുറിച്ച് എനിക്കൊരു വാചകം പറയാം. കാരണം ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചത്. 28-ാം തീയതി കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചത് ഫെബ്രുവരി 28-ാം തീയതി. അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസം 15-ാം തീയതി. ഇന്ന് മുതൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇന്ന് 16-ാം തീയതി. നിങ്ങൾ ഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. ഇലക്ഷൻ കമ്മീഷന്റെ സാധാരണ രീതികൾ പ്രഖ്യാപനം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലാണ് പിന്നെ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുക. ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ. 24-ാം തീയതി വിഡ്രോവൽ, 24-ാം തീയതി സ്ക്രൂട്ടിനി, 26-ാം തീയതി വിഡ്രോവൽ. അത് കഴിഞ്ഞ് ഇലക്ഷൻ എത്രാം തീയതിയാണ്? 9-ാം തീയതി. ഇതിനകത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോളി വീക്സ്. ദുഃഖ വെള്ളിയാഴ്ച ദിവസം ആർക്കും പ്രവർത്തനം നടത്താൻ പറ്റില്ല സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിൽ. ഈസ്റ്റർ അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഫലത്തിൽ 10 ദിവസമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ കിട്ടുക. സ്ഥാനാർത്ഥിയാണല്ലോ പ്രശ്നം. രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ലല്ലോ, പൊളിറ്റിക്കൽ ഒരു കാൻഡിഡേറ്റിന് 10 ദിവസമാണ് കിട്ടുക. ഇതിനൊരു രസം മനസ്സിലാക്കേണ്ടത് കൗണ്ടിങ് എപ്പോഴാണ്? മെയ് 4-ാം തീയതി. പിന്നീട് ഏപ്രിൽ 9-ാം തീയതി കഴിഞ്ഞ് മെയ് 4-ാം തീയതി വരെ കൗണ്ടിങ്ങിന് കാത്തു നിൽക്കണം. അർജൻസി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു നിയന്ത്രണം സ്ഥാനാർത്ഥികൾക്ക് ഏർപ്പെടുന്ന മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു അർജൻസി കാണുന്നില്ല. മെയ് 4-ാം തീയതിയാണ്. അതിന് മറ്റൊരു രസം, ഈ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടത്തുന്നത് എവിടെയൊക്കെയാണ്? കേരളം, ആസാം, പുതുച്ചേരി. അതായത് കോൺഗ്രസ് പ്രധാന പോരാട്ടം നടത്തുന്ന സംസ്ഥാനങ്ങളിലാണ് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് ഇലക്ഷൻ തമിഴ്നാട്ടിലും പിന്നെ തേർഡ് ഫേസ് ഇലക്ഷൻ ബംഗാളിലും, സെക്കൻഡ് ആൻഡ് തേർഡായിട്ട്. അപ്പൊ ഇത് കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം വെട്ടിക്കുറക്കാനും അതുപോലെ കോൺഗ്രസിന്റെ പ്രചാരകരായ നേതാക്കന്മാരെ ലിമിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സമീപനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പല ഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷൻ ഈ ഡേറ്റിന്റെ കാര്യത്തിൽ. കാരണം കേരളത്തിൽ എല്ലാവർക്കും അറിയാം
ഇതിപ്പോ ഒരു 4 ദിവസം മാറ്റി വെച്ചതുകൊണ്ട് 4 ദിവസം നീട്ടി വെച്ചതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏപ്രിൽ 9 മണ്ടത് ഏപ്രിൽ 15 കഴിച്ച എല്ലായിടത്തും സിംഗിൾ ഫേസ് ഇലക്ഷൻ നടത്തുന്നത്, മറ്റങ്ങ് ഫേസ് വെച്ച് ഇലക്ഷനാണ് നടത്താറുള്ളത്. ബംഗാളിൽ മാത്രമാണ് 2 ഫേസ് ഇലക്ഷൻ. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സമീപനത്തിൽ വളരെ ഏറെ ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് സംശയം.